ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഹെയറിനൊരു ഡീപ്പ് കണ്ടീഷനിങ് എഫക്റ്റ് തരുന്നതും അതുപോലെ തന്നെ തലയോട്ടിയിലുള്ള ഇച്ചിനെസ്, ഡ്രൈനെസ്, താരൻ ഇതൊക്കെ റെഡ്യൂസ് ചെയ്ത് മുടിക്ക് നല്ലൊരു തിളക്കവും സോഫ്റ്റ്നെസ്സും ഒക്കെ തരുന്ന ഒരു സൂപ്പർ കൂൾ മാജിക്കൽ ഹെയർ മാസ്കാണ് ഇന്നത്തത്. ഇത് പ്രിപ്പയർ ചെയ്യാൻ വെറും 2 ഇൻഗ്രീഡിയൻറ്റും ഒരു 10 മിനിറ്റ് മതിയാകും. ഹെയർ മാസ്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിൽ ഇതുപോലൊരു കപ്പ് വെള്ളം എടുക്കുക. അതിനുശേഷം ഈ വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ചതിന് ശേഷമാണ് നമ്മളിതിലേക്ക് നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് 1 ടേബിൾ സ്പൂൺ അളവിൽ ഫ്ലാക്സ് സീഡാണ്, അതായത് ചെറുചണ വിത്ത്. അതിനുശേഷം നമ്മൾ 1 ടേബിൾ സ്പൂൺ അളവിൽ ഉലുവയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഈ ഉലുവ നമ്മൾ ആഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് മിക്സി ഉപയോഗിച്ച് ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കുക. ഫുള്ളായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പോഴേക്കും ഈ ഉലുവയുടെ കണ്ടൻറ്റൊക്കെ പെട്ടെന്ന് വെള്ളത്തിലോട്ട് അലിഞ്ഞ് കിട്ടും. അതിനുശേഷം നമ്മൾ തീ ഒന്ന് സിമ്മാക്കിയിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഫുൾ ടൈം ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ആഡ് ചെയ്ത 1 കപ്പ് വെള്ളം ഒരു 1/4 കപ്പ് അളവിലേക്ക് ചുരുങ്ങി വരും. ആ ഒരു സമയത്ത് നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും നല്ലൊരു ജെല്ല് രൂപത്തിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ഫ്ലാക്സ് സീഡാണ് ഇതിനെ ഇങ്ങനെ ഒരു ജെല്ല് രൂപത്തിലേക്ക് മാറ്റുന്നത്. അതിനുശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് അരിച്ചെടുക്കാം. ചൂടോടെ തന്നെ അരിച്ചെടുക്കുക. അപ്പം അരിച്ചെടുത്ത ശേഷം നമ്മളിത് നന്നായിട്ട് തണിയാനായിട്ട് വെക്കണം. അതിൻ്റെ ചൂടെല്ലാം മാറിയതിന് ശേഷമാണ് നമ്മളിത് തലയിൽ അപ്ലൈ. ഉലുവയ്ക്കുള്ള ആൻറ്റി ബാക്ടീരിയൽ ആൻഡ് ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസിന് നമ്മുടെ സ്കാൽപ്പിലുള്ള ഡ്രൈനെസ്സും ഇൻഫെക്ഷൻസും അതുപോലെ താരനെയൊക്കെ ട്രീറ്റ് ചെയ്യാനും പ്രിവെൻറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുപോലെ ചില സമയത്ത് നമ്മുടെ മുടി ഭയങ്കര ഡ്രൈ ആവുന്നത് കാണാം. അത് പെട്ടെന്ന് പൊട്ടിപ്പോവുകയും പെട്ടെന്ന് ഇങ്ങനെ കുടുക്കുക, അതായത് ജടയൊക്കെ പിടിക്കുന്നതൊക്കെ കാണാം. അത് നമുക്കിടെ മുടിക്ക് ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റിൻ്റെ കുറവാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റും ഒരു ഡീപ്പ് കണ്ടീഷനിങ് എഫക്റ്റൊക്കെ കൊടുത്ത് നമ്മുടെ ഹെയറിനൊരു തിളക്കവും സോഫ്റ്റ്നെസ്സൊക്കെ തരാൻ നമ്മൾ ഈ ഒരു ഹെയർ മാസ്കിൽ ആഡ് ചെയ്ത ഫ്ലാക്സ് സീഡ്സിന് കഴിവുണ്ട്. അങ്ങനെ ടോട്ടലായിട്ടൊരു ഡീപ്പ് മോയ്സ്ചറൈസിങ് ആൻഡ് കണ്ടീഷനിങ് ആൻഡ് നമ്മുടെ താരനൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ഒരു മാജിക്കൽ ഹെയർ മാസ്കാണിത്. നെക്സ്റ്റായിട്ട് നമ്മളിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതാണെന്ന് നോക്കുന്നത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ നമ്മുടെ ഹെയർ നന്നായിട്ടൊന്ന് കഴുകുക. അതിനുശേഷം ഒന്ന് നമ്മൾ തോർത്തൊക്കെ ഉപയോഗിച്ചൊന്ന് തോർത്തി കൊടുക്കുക. അതായത് നമ്മുടെ മുടിയിൽ നിന്ന് വെള്ളം ഇറ്റി വീഴുന്ന അവസ്ഥയിലായിരിക്കരുത് നമ്മൾ ഈ ഒരു ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ മുടിക്ക് ഒരു ചെറിയൊരു നനവും ആവശ്യമാണ്. അപ്ലൈ ചെയ്യാൻ നേരത്ത് നമ്മൾ ഇതുപോലെ ഹെയർ പാർട്ടീഷൻ ചെയ്ത് തലയോട്ടിയിലും അതുപോലെ മുടിയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളെപ്പോഴും മുടിയുടെ സ്റ്റാർട്ടിങ് മുതൽ അറ്റം വരെയുള്ള ഡയറക്ഷനിൽ വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. അങ്ങനെ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത ശേഷം നമുക്കിതൊരു 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ തലയിൽ കീപ്പ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് തലനീരിറക്കവും തുമ്മലൊക്കെ വരുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെയൊക്കെ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം നമുക്കൊരു ഷവർ ക്യാപ്പ് ഉപയോഗിച്ചോ അല്ലാതെയോ നമ്മുടെ മുടിയൊക്കെ ഒന്ന് കെട്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ തൊട്ട് നോക്കുമ്പോൾ നമുക്കിതിൻ്റെ ആ ഒരു സ്റ്റിക്കിനെസ്സൊക്കെ മാറി ഒന്ന് ഡ്രൈ ആയതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതിന് ശേഷം നമുക്ക് നിങ്ങൾ 1 മണിക്കൂറാണ് വെക്കുന്നതെങ്കിൽ അത് കഴിയുമ്പം സാധാരണ കഴുകി കളയുന്നു കുളിക്കുന്നത് പോലെ തന്നെ കുളിക്കുക. ഷാമ്പൂ ഇടേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് ഷാമ്പൂ ഉലുവയുടെ ആ ഒരു സ്മെല്ലൊക്കെ മാറാനായിട്ട് ഷാമ്പൂ ഇടണമെന്നാണെങ്കിൽ ഒരു ആയുർവേദിക് ഷാമ്പൂ അല്ലെങ്കിൽ വളരെ ഡൈല്യൂട്ട് ചെയ്ത അളവിൽ നോർമൽ ഷാമ്പൂ യൂസ് ചെയ്യാം. ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്കിതിൻ്റെ റിസൾട്ട് മനസ്സിലാകും. നമ്മുടെ മുടി ഒന്ന് സോഫ്റ്റ് ആവുന്നതും തിളക്കം വരുന്നതും അതുപോലെ താരനും ചൊറിച്ചിലൊക്കെ ഉള്ളവർക്ക് അതൊക്കെ നന്നായിട്ട് കുറയുന്നതും അറിയാൻ പറ്റും. അപ്പോൾ ഒത്തിരി താരനും ഡ്രൈനെസ്സൊക്കെ ഉള്ളവരാണെങ്കിൽ ആഴ്ചയിൽ 3 തവണയും അല്ലാത്തവർക്ക് ഇതൊരു 1 തവണയൊക്കെ യൂസ് ചെയ്താൽ മതിയാകും. അപ്പോൾ ഇതുപോലത്തെ ഒത്തിരി വീഡിയോസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്